ശരിക്കും എന്ത് രസമായിരുന്നില്ല ആ കാലം. നമ്മളിപ്പോ ഉള്ള കുറ്റിപ്പുറത്താണ്. ഓൻ്റെ ഒരു ചെങ്ങായിനെ കാണാൻ വേണ്ടി വന്നത്. ശരിക്കും അവന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, നമ്മൾ ആധാരം വരെ എഴുതി കൊടുക്കുവാന്. അങ്ങനത്തെ ഒരു പടപ്പാണി മുതല്. അങ്ങനെ മൂപ്പരോട് സലാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റോഡിന്റെ സൈഡിൽ നല്ല റംബൂട്ടാൻ കണ്ടപ്പോ അത് കുറച്ച് വാങ്ങി. അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനൊരു ഹൈദരാബാദി ബിരിയാണി പറഞ്ഞു, നെയ്ച്ചോറും. അതിന്റെ വിഷമം എന്റെ മുഖത്ത് കാണാണ്ടായിരുന്നു. നേരെ പോയത് ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂളിലേക്കാണ്. 1 മുതൽ 7 വരെ പഠിച്ചത് ഈ അടുപ്പുട്ടി സ്കൂളിലാണ്. സെന്റ് മാഗ്ദലിൻ കോൺവെന്റ് ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അടുപ്പുട്ടി തന്നെ പറയണം. പോണ വഴിക്കാണ് ഈ കുട്ടികളെ കണ്ടിടാ. എന്ത് രസമായിരുന്ന കാലം. ഈ ജാതികമരത്തിനൊക്കെ ഒരുപാട് കഥ പറയാണ്ട്. എത്രണ്ണം പൊട്ടിച്ച് കഴിച്ചിക്കണെന്ന് അറിയോ. ശബ്ദം നല്ല രസമുള്ളതുകൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ ചേർത്ത ടീച്ചറിനോട് വീട്ടിൽ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് IT പീരീഡ് ഗെയിം കളിക്കാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വരാന്തെ കൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ പഴയ കാലങ്ങൾ മനസ്സിൽ വന്നു. ഇതാണ് പണ്ട് ദഫ് പഠിപ്പിച്ചിരുന്ന സ്ഥലം, ദി ഫേമസ് അടുപ്പുട്ടി പള്ളി. അവിടെ നേരെ പിള്ളേരെടുത്തിട്ട് നേരെ അഡാപ്റ്റർ വാങ്ങാൻ പോയി. ഞാൻ ഡൈപ്പേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വർക്ക് ഉണ്ട്. ആ കുട്ടികൾ അവിടെ നിൽക്കണ കണ്ടപ്പോൾ മിദ്ലാജ് പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചറാന്ന്. വലിയ ആവശ്യമൊന്നുമില്ലെങ്കിലും ഒരെണ്ണം വാങ്ങി. ഒറ്റ മൈൻഡിൽ നേരെ ചാവക്കാട് ബീച്ചിക്ക് ഒരു വെറൈറ്റി കടൽപ്പാലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് വ്യൂ. ഞങ്ങൾ അടത്തിയ നേരത്ത് ഒരുപാട് മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. അതിൽ ഈ ചങ്ങായിക്ക് മീൻ കിട്ടി. തീരത്തെ തൊടുന്ന അതിസുന്ദരമായ നിമിഷം. ഓന്റെ പിറക്കാതെ പോയ അനിയനാണ് ഇരിക്കണത്. ഓൻ എവിടെ പോയാലും ഇതിന് കൂടെ കൂട്ടും. അത്രയ്ക്ക് ഇഷ്ടമാണ് അതിന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. മഴ നിസ്കരിക്കാൻ കയറി. നമ്മൾ തന്നെ മാമന്നു നിസ്കരിച്ചു ഇറങ്ങി. നേരെ ചായ കുടിക്കാൻ പോയി. എപ്പോഴത്തെയും പോലെ കുറെ തമാശകൾ പറഞ്ഞു. നല്ല കൊള്ളിയും പൊട്ടിയും കഴിച്ചു. അവിടുന്ന് ഇറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. മഴസലാമ.